നമസ്കാരം. സെലസ്റ്റിയൽ ജികെയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരെ പറ്റിയും അതുപോലെ തന്നെ വൈസ്രോയ്മാരെ പറ്റിയുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം പെൻറ്റിക് പ്രഭു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ റെയിൽപാത തുറന്ന വർഷം ഏതാണ്? 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ എവിടെ വരെയായിരുന്നു? ബോംബെ ടു താനെ വരെയായിരുന്നു. ഒന്നാം ഇംഗ്ലീഷ് സിഖ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഹർഡിഞ്ച് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ നിലവിൽ വന്നത് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കൽക്കട്ട, ആഗ്ര. ഡൽഹൌസി പ്രഭു തൻ്റെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? ഷിംല. വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം പാസാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ശൈശവ വിവാഹത്തിനും ശിശുഹത്യയ്ക്കും നിരോധനമേർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം പെൻറ്റിക്. സൈനിക സഹായ വ്യവസ്ഥ വിഭാവനം ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസി പ്രഭു. ആരുടെ ശുപാർശ പ്രകാരമായിരുന്നു വില്യം പെൻറ്റിക് പ്രഭു ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാധ്യമമായി ഇംഗ്ലീഷ് ഭാഷയെ നിർദ്ദേശിച്ചത്? മെക്കാളെ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ടത് ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ ഭരണകാലത്താണ്? വില്യം പെൻറ്റിക്. റോബർട്ട് ക്ലൈവും ബംഗാൾ നവാബായ സിറാജ് ഉദ് ദൗളയും തമ്മിൽ നടന്ന പ്രസിദ്ധമായ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. ഏത് ഗവർണർ ജനറലുടെ ഭരണകാലത്താണ് നാലാം മൈസൂർ യുദ്ധം നടന്നത്? വെല്ലസി പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. മഹാരാജ രഞ്ജിത് സിംഗുമായി സന്ധിയിലേർപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മിൻറ്റോ രണ്ടാമൻ. അറബി, പേർഷ്യൻ ഭാഷകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൽക്കത്തയിൽ മദ്രസ ആരംഭിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അടിമ സംവിധാനം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അലൻ ബറോ പ്രഭു. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഭരണകാലത്താണ്? ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണം സന്ധി നിലവിൽ വന്നത് ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഭരണകാലത്താണ്? കോൺവാലിസ് പ്രഭു. റൈറ്റ് വാരി സമ്പ്രദായം പരിഷ്കരിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഫ്രാൻസിസ് ഹേസ്റ്റിങ്സ്. രാജിവെച്ചൊഴിഞ്ഞ ആദ്യ ഗവർണർ ജനറൽ ഫ്രാൻസിസ് ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിനാൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. സിവിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പാസ്സാക്കപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്?
ജോൺ മക്ഫർസൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം പെൻറ്റിക് പ്രഭു. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻറ്റിക് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പാസ്സാക്കിയത് ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ്? കാനിങ് പ്രഭു. ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് കൽക്കട്ട, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ ആരംഭിക്കപ്പെട്ടത്? കാനിങ് പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത് ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ്? കാനിങ് പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയ് ആരാണ്? ലിട്ടൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാകുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ്? ഡഫറിൻ പ്രഭു. ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വൈസ്രോയ് ആയിരുന്ന ഡഫറിൻ പ്രഭു പാസാക്കിയ നിയമം ഏതാണ്? ടെനൻസി ആക്ട് 1857. നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭു. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കായി കഴ്സൺ പ്രഭു നിയോഗിച്ച കമ്മീഷൻ ഏത്? റാലി കമ്മീഷൻ. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905. പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിച്ച വൈസ്രോയി ഡഫറിൻ പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയ് റിപ്പൺ പ്രഭു. മുസ്ലിം ലീഗ് രൂപവൽകൃതമാകുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ്? മിൻറ്റോ പ്രഭു. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1909. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ ഏതു പേരിൽ കൂടി അറിയപ്പെടുന്നു? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്